ഗൈസ് അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമുക്ക് കുഴപ്പമില്ലാണ്ടാണ് പോകുന്നത്. നല്ല മഴയല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇക്ക പോവാട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോകണം. ഉമ്മാൻ്റെ കാലൊടിഞ്ഞു പോകണം. അപ്പോൾ കുറച്ച് ദിവസം താത്ത ഉണ്ടായിരുന്നു. അപ്പോൾ താത്ത കെട്ടിച്ചെടുത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ അടുത്തിപ്പോൾ ഞാനല്ലേ ഉള്ളത്. അപ്പോൾ ഞാനിനി പോയിട്ട് അവർക്ക് 2 നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വരാതിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ മഴ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വീട്ടിൽ പോകുമ്പോഴല്ലേ ഞാൻ ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ മഴ പെയ്ത സമയത്ത് പാടത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. അവിടെയൊക്കെ വെള്ളമൊക്കെ കുറച്ച് കയറിക്കണു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ രസമല്ലേ മഴ സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാട്ടോ. ഞാൻ വാതിലൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങട്ടെ. ഉമ്മാക്ക് ഞാൻ കുറച്ച് പുട്ടും പഴവും കൊണ്ടുപോകാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ പുട്ടും കൊണ്ടുപോകട്ടെ ഉമ്മാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ കഴിച്ച് നമുക്ക് പോവാട്ടോ. എനിക്ക് കുടല്ല. അപ്പോൾ ഞാൻ ഇയമോളെ കുട വെച്ചിട്ട് ഇയമോളിതാ മോനുവിൻ്റെ കുടയും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. പാടത്ത് വെള്ളം കയറിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നല്ല നല്ല കമൻസ് ഇടാൻ മറക്കരുത്. ഓക്കെ, അടുക്ക് നല്ല മഴയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇക്കാൻ്റെ കൂടെ പോവാത്തത് എന്താ വെച്ചാൽ വ്ളോഗ് എടുക്കാൻ എത്തിയിട്ടാട്ടോ ഇക്കാൻ്റെ കൂടെ പോവാതിനത്. ഇക്കാൻ്റെ കൂടെ വണ്ടിമേ പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും വ്ളോഗ് എടുക്കാൻ പറ്റൂല. അപ്പോൾ അതാട്ടോ കണ്ടോ. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോണ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചു പോണൊക്കെ കാലുമൊക്കെ ആക്കും. നല്ല രസേന. കട ചൂടി പോവാണ്. എനിക്ക് കുട ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നോക്കി ഇവിടെ നോക്കി നമുക്കിതൊക്കെ ഇവിടേക്ക് വെറുതെ പോവാ. അവിടെ ഇറങ്ങരുത് കേട്ടോ. അതുണ്ടോ ഫുള്ള്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ മഴ പെയ്താൽ പാടം ഇതൊക്കെ ഒന്നാവും. അവിടെ ഇറങ്ങല് വൗക്കും. ഇതുണ്ട് ഗൈസ്. ഞാൻ അത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ അങ്ങോട്ട് വന്നേ. അടുത്തൊക്കെ വൗക്കുണ്ട് അവിടെ. ഇതുണ്ടോ ചളിവെള്ളാണ്. ഇതുണ്ടോ ഫുള്ള് വെള്ളം. അവിടെ തൊടുക്കൊക്കെ കയറിക്കണു. ഇത് വലിയ താഴ്ചയൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പം ഞാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ മൂടും. അത്ര താഴ്ചയുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ കണ്ടില്ലേ വെള്ളം കണ്ടോ? ഇനി 2 മഴ പെയ്താൽ ചിലപ്പോൾ ഇനി മഴ പെയ്താൽ ചിലപ്പോൾ 2 മഴ പെയ്താൽ ചിലപ്പോൾ ഈ ചെറിയ പാലം കണ്ടില്ലേ, ചെറിയൊരു പാലം, അത് മുങ്ങും. അതുറപ്പാ. കാരണം ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് നേരെ റോട്ടുമ്പോൾ തന്നെ പോവാട്ടോ. ബയ്യാ കണ്ടോ, പേടിയാണ് ഗൈസ് പാടം. ഇനി അവിടെ കാണിച്ചു തരട്ടോ. നമ്മൾ അങ്ങോട്ട് പോണോടത്തേക്ക് മഴ പെയ്തിട്ട് പൂളക്കേങ്ങൊക്കെ ആകെ കൊളാവും തോന്നുന്നുണ്ട്. കാരണം വെള്ളം ഇങ്ങോട്ട് വാ അടക്ക്. ഇതുണ്ടോ ഇങ്ങോട്ട് വെള്ളം. മഴത്ത് ഇങ്ങനെ നടക്കാനൊരു രസമാണ്. പക്ഷേ പനി വരും. ആര് പ്രശ്നമുണ്ട്. എനിക്കൊക്കെ പെട്ടെന്ന് ജലദോഷം വരും കേട്ടോ. പെട്ടെന്ന് ജലദോഷം വരും. അങ്ങനെ പാടത്തേക്ക് എത്താനായി ഗൈസ്. പാടത്തിൻ്റെ എത്താനായി. ഇവിടൊക്കെ ഇപ്പൊ വെള്ളം കുറഞ്ഞേക്കാണ്. ഇവിടെ വെള്ളം കുറഞ്ഞേക്കാട്ടോ. പക്ഷെ മറ്റോടത്ത് വെള്ളം കൂടുതലാണ്. ഇവിടെ ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ പോയില്ല. ഞാനും ഇക്കയും കൂടെ രാത്രി വന്ന സമയത്തൊക്കെ നല്ല വെള്ളമാണ് ഇവിടെ. മഴ പെയ്യുന്ന കണ്ടില്ല ഗൈസ്. അവിടെ ചവിട്ടില് പോക്കും. അവിടൊക്കെ അവിടെ പൂന്തും കാലും പൂന്തും പോവും. നമ്മൾ കുട ചേഞ്ച് ആക്കി. ഞാൻ മോനുവിൻ്റെ കുട. ഈ കുട എനിക്ക് കംഫർട്ടബിൾ കേട്ടോ. മറ്റേത് വെള്ളമാവാണ് ഫോണക്ക്. കരിക്ക് ഏകദേശം എത്താനായിട്ടോ. ഇതുണ്ടോ വെള്ളം. ആ കുട്ടികൾ കണ്ടില്ലേ ഗൈസ്, മഴത്ത് വെള്ളത്ത് കളിച്ചു. വെള്ളത്ത് കളിച്ചിട്ടുണ്ടോ കുട്ടികൾ? ഫുട്ബോൾ കളിച്ചാണ് മഴത്ത്. കണ്ടോ നഞ്ഞങ്ങാണ്ട്. ഓർക്കതൊരു രസമാണ്. ഓർക്ക് രസമാണ്.
അവർ കളിച്ചിന് കുറച്ച് നേരം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ എത്താനാണോ കൈസ്? ഈ ഒരു കയറ്റം കഴിഞ്ഞാൽ വീട്ടിൽ എത്തി. അതാക്കണം അവിടുന്ന് എൻ്റെ എപ്പം വരുന്നുണ്ട് മേലിന്ന്. പാക്ക് ഇന്ന് പള്ളി കഴിയണ പണിയാണ്. അപ്പോൾ ഇപ്പം വരുന്നുണ്ട്. പള്ളിക്കൊക്കെ പോവാ. അപ്പോൾ ആ പോണ എൻ്റെ എപ്പം കേട്ടോ. ഇപ്പം അരിക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. വീടിൻ്റെ അവിടെ എത്തിട്ടോ. ഫുള്ളുണ്ടോ വെള്ളം, ചളി വെള്ളതാ യമളാ പോണു. വീട്ടിൽ എത്തിട്ടോ. വീട്ടിലെത്തി. ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് മഴ പെയ്തിട്ട് ആകെ ഉറങ്ങി കിടക്കണ പോലെ ഉണ്ട്. ഇവിടെയൊക്കെ വെള്ളം. ഉള്ളിലേക്ക് പോവാ. കൊട അവിടെ വെച്ചാണ്. ഉള്ളിൽ പോവാ. അപ്പൊ ഗൈസ് ഞാൻ എൻ്റെ വീട്ടിലെത്തിട്ടോ. ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാല് കെട്ടിക്കണം. ഉമ്മനെ കാണിക്കൂല കേട്ടോ, കാരണം അനിയന് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാട്ടോ. എൻ്റെ വീട്ടിലെത്തിക്കണു ഞാൻ. ഇനി ചോറൊക്കെ വെക്കണം. ഓക്കെ, ഉമ്മനെ കാണിക്കാൻ പറ്റില്ല. ഞാൻ ചോറ് ഇപ്പം ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ട് കണ്ട് പൊയ്ക്കണറുണ്ട്. ഞാൻ നോക്കട്ടെ. ആ കത്തണുണ്ട്. ഇതാ ഇപ്പം ചോറിന് വെള്ളം വെച്ചിട്ടാണ് പൊയ്ക്കണേ. വെള്ളം ചൂടായി വരുന്നുണ്ട്. ഇപ്പാക്ക് പള്ളി കഴുകണ പണിയുണ്ടെന്ന്. ഇവിടുത്തെ ജുമാഅത്ത് പള്ളി കഴുകണ പണി. ഇപ്പാക്ക് നാടൻ പണിയാണ് കേട്ടോ, കൂലിപ്പണിയാണ്. അങ്ങനെ എപ്പോഴെപ്പോഴും കിട്ടില്ല. ഇപ്പം മഴ ആയതുകൊണ്ട് പണിയൊക്കെ എല്ലാവരുടെ അവസ്ഥ തന്നെ. പണി കുറവാണ്. കിട്ടണ പണിക്ക് ഇപ്പോൾ പോകും, കാരണം ചിലവൊക്കെ കഴിഞ്ഞ് പോകണ്ടേ. അപ്പോൾ പാപ്പ അവിടെ അടുപ്പൊക്കെ കത്തിച്ച് പോയിക്കോളൂ. അടുപ്പൊക്കെ കത്തിച്ചു കേട്ടോ. ചെവിരി വെച്ചെടുക്കല്ലേ? ആ വെള്ളം ചൂടായി വരുന്നു കേട്ടോ. ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ പയറുപ്പേരി വെക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ചോറിന് വെള്ളം അവിടെ കത്തുന്നുണ്ട്. തീ കത്തുന്നുണ്ട്. അവിടുന്ന് നോക്കിക്കള അപ്പുറത്ത്. ഇപ്പൊ ചാറെന്താക്കണോ? അപ്പൊ ഗൈസ് ഞാൻ കുറച്ച് വേപ്പിൻ്റെ ഇല, അയ്യോ ഫോണൊക്കെ വെള്ളമാണ്. അപ്പോൾ ഗൈസ് ഞാൻ വേപ്പിൻ്റെ ഇല എടുക്കാൻ പോകട്ടോ. ഈ ഒരു വേപ്പിൻ്റെ ഇല ഞങ്ങൾ കോട്ടേജ് നിന്ന സമയത്തേക്ക് ഗൾഫിൽ പോയ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ലേ, അപ്പോൾ കൊടുന്ന് ഉമ്മ കുഴിച്ചിട്ട് കേട്ടോ. കണ്ടോ 3 ആയിട്ടുണ്ട്. കുടമുള്ളതുകൊണ്ട് കാണുന്നില്ലല്ലേ. ഒരു മിനിറ്റ്, ഞാൻ ഫോൺ അവിടെ വെക്കട്ടെ കേട്ടോ. ഫോൺ അവിടെ വെക്കാൻ പറ്റൂല. പറിച്ചിട്ട് കേട്ടോ. വേപ്പിൻ്റെ ഇല ഉണ്ടോ? വേപ്പില അപ്പം അതിന് പറിക്കാം. കറിക്കും പിന്നെ എന്താ പറയുക,
ഉപ്പേരിക്കും കുറച്ച് മതി. പിന്നെ മുകളിലുണ്ട് കേട്ടോ, പക്ഷെ മുകളിലത്തെ എനിക്ക് എത്തൂല. ഇത്ര മതി. ഇതിലെല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുപ്പത്ത് തീമടാൻ വെക്കണം. അപ്പം മുത്തുമണികളെ, മമ്പയറും ബീട്രൂട്ടൊക്കെ പാടിട്ടിട്ടുള്ളൊരു കറി, പിന്നെ പയറ് ഉപ്പേരി, പിന്നെ ചോറ് കേട്ടോ. പിന്നെ ഇവിടെ തിണ്ടൊക്കെ തുടച്ച് കൊടുത്തേക്ക് ഞങ്ങളൊക്കെ അടിച്ചു വരട്ടെ. അങ്ങന്മാരെ കൂടാട്ടോ. അപ്പോൾ മുത്തുമണികളെ, ചോറ് അവിടെ തിളക്കുന്നുണ്ട്. തിണ്ടൊക്കെ വൃത്തിയാക്കിയിട്ടോ. കറി മമ്പയർ കറി അവിടെ ആവുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റേഷൻ പീടികത്തെ അരി ആയതുകൊണ്ട് പെട്ടെന്ന് അത് കട്ടിയാവും. ഒന്ന് ഇങ്ങനെ എന്താ പറയുക, നല്ലോണം ഒട്ടി നിൽക്കും. അപ്പോൾ ആ ഒട്ടലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പേട്ടോ ചോറ് ഊറ്റി തരുന്നത്. കാരണം വലിയ ചെമ്പായതുകൊണ്ടേ എനിക്കത് പൊന്തിക്കാൻ കഴിയൂല. അപ്പോൾ എൻ്റെ ഉപ്പയുടെ ചോറ് ഊറ്റിങ്ങാണ്ട് തരണം കേട്ടോ. അങ്ങനെ ചോറും ഉപ്പേരി എല്ലാം ആയിട്ടുണ്ട്. കറി അവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വരാം കേട്ടോ. ഇന്നലെ താത്ത തുടച്ചിട്ടൊക്കെ പോയിക്കണം. അപ്പോൾ ഇന്ന് തുടക്കണ്ട, നാളൊക്കെ തുടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് തുടക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ അടിച്ചു വരിങ്ങാണ്ട് വൃത്തിയാക്കാൻ കരുതിയിട്ട് കേട്ടോ. പിന്നെ ആ സ്റ്റെപ്പിനുള്ള തുണികളെന്താ വെച്ചാൽ മുകളിൽ ഇപ്പോൾ വീട് പണിയല്ലോ, അപ്പോൾ മുകളിൽ നല്ല പൊടിയാണ്. അപ്പോൾ ആ തുണിയൊക്കെ അവിടെ വെച്ചത് കേട്ടോ. അതാണ് അവിടെ അങ്ങനെ, അല്ലാതെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഓക്കെ, ഇനി ഇത് ആരും കമൻറ്റ് ചെയ്യരുത്, വൃത്തിയില്ല എന്നൊന്നും പറയരുത് കേട്ടോ. ഒരുപാട് എന്താ പറയുക, നല്ലോണം പൊടിയാണ്. മുകളിൽ മേലെ പണി നടന്നുകൊണ്ടേ നല്ലോണം പൊടിയുണ്ട്. അപ്പോൾ അത് താഴത്ത് റൂമിലേക്കൊന്നും വരണ്ടല്ലോ എഴുതിയിട്ടാണ് അവിടെ തുണികൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കറുത്ത സഞ്ചി ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകണ സഞ്ചി കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചതാണ്. കറി ഇവിടെ സെറ്റ് ആയിക്കുന്നു കേട്ടോ. കറി നല്ലോണം വെന്തണം. വൻപയറൊക്കെ നല്ലോണം വെന്തണം കേട്ടോ. ബീട്രൂട്ട് നല്ലോണം വെന്തണം. ഇനി ഇത് കടുക് ഇറക്കണം.
ഓക്കെ, കളർക്കട്ടെ. അപ്പോൾ ഗൈസ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നു. ഉമ്മാനോട് സംസാരിച്ചു. ഉമ്മാൻ്റെ മറ്റേ ഇതാട്ടോ ഇതിമ പിടിച്ചിട്ടാണ് ഉമ്മ നടക്കല് കേട്ടോ. അപ്പോൾ നടക്കാൻ കഴിയില്ല, ഇങ്ങനെ ചാടി ചാടി നടക്കണം. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇരിക്കാം കേട്ടോ. ഒന്ന് വെള്ളിയാഴ്ച അല്ലേ. അതാണല്ലോ ഇപ്പം കേട്ടോ ചോറ് ഊറ്റി തന്നത്. ഇപ്പോൾ അതൊക്കെ കണ്ടില്ല ഞങ്ങൾ. പിന്നെ മാങ്ങ ഒക്കെ കഴിച്ച് ഇഷ്ടപ്പെട്ടു മാങ്ങ. അപ്പോൾ മുത്തുമണികളെ എന്താ പറയുക, അനിയന് ജോലി സ്ഥലത്ത് നിന്ന് വന്നപ്പോൾ ഓന് വന്നൊക്കെ തന്നെ നമ്മളെ മരത്തുനിന്ന് കൂന് കണ്ടിട്ടോ. നല്ല രസമുള്ള കൂന്. ഇത് വെക്കാം കേട്ടോ, തോരനൊക്കെ വെക്കാൻ പറ്റും. നല്ല അടിപൊളി കൂനാണ്. അപ്പോൾ ഓന് കിട്ടിയാട്ടോ. അപ്പോൾ അത് ഉമ്മ അവിടെ ഇരുന്ന് കണ്ട് നാളേക്കൊക്കെ നന്നാക്കി വെക്കാം കേട്ടോ. ആകെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മ നന്നാക്കി വെക്കുകയാണ്. നല്ല കൂന് കഴിച്ച്, നല്ല വൃത്തിയുള്ള കൂന്. അപ്പോൾ ഉമ്മയാട്ടോ നന്നാക്കണത്. ഉമ്മാനെ കൈമ നിറച്ച് മൈലാഞ്ചിട്ടിട്ടുള്ളൂ. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടം, മൈലാഞ്ചി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മ ഇങ്ങനെ കാല് വയ്യാതാവണീൻ്റെ മുന്നേ ഇട്ടതാട്ടോ. നമ്മളെ വീട്ടിൽ മൈലാഞ്ചിമാരുണ്ട്, നല്ലോണം ചോക്കും കേട്ടോ, നല്ലോണം ചോക്കും. 2 പ്രാവശ്യം ഇട്ടാൽ മതി, അതിൽ കൂടുതൽ ഇടണ്ട. അപ്പോൾ ഇല അരച്ചിട്ട് ഉമ്മ ഇട്ടതാട്ടോ. പിന്നെ ഇപ്പം നമ്മളെ മഴ പെയ്തിട്ടൊക്കെ നമ്മളെ മുറ്റത്തെ അവസ്ഥയൊക്കെ ഇപ്പം ഇങ്ങനെയാണ് മക്കളെ. പിന്നെ ഞാനും ഇയമോളും കൂന് തിരഞ്ഞു പോകാൻ നിൽക്കുകയാണ്. സൗണ്ട് ഇല്ലാണ്ട് പോകണം കൂന് തിരയാൻ പോകുമ്പോൾ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കേൾക്കാം. അപ്പോൾ ഞാനും ഇയമോളും കൂടെ പോവാം കേട്ടോ തിരയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, കൂനൊന്നും കിട്ടിയിട്ടില്ല.
സാധനം കാണിച്ചേരട്ടോ. അതല്ല, ഈ സംഭവം ആർക്കൊക്കെ അറിയാം? ഗൈസ്, ഈ സാധനം എത്ര പേർക്കറിയാം? ഇത് നമ്മൾ കണ്ണിലിങ്ങനെ നല്ല തണുപ്പ്. അപ്പൊ ഞങ്ങള് കൂൺ എരിയാൻ പോയാൽ ഞങ്ങൾക്ക് കൂനൊന്നും കിട്ടില്ല. പിന്നെ അങ്ങനെ അവിടെ കുറച്ചു നേരം ഇരുന്ന് പിന്നെ ഇക്ക ഏതായാലും അപ്പൊ ഇക്കാനെ വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ. പിന്നെ അങ്ങനെ കോട്ടേഴ്സ്ക്ക് പോവാൻ നിൽക്കാണ്. അപ്പൊ ഇക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. ഇക്ക വന്ന് ഞങ്ങൾ പോകും. പിന്നെ അവിടെ എല്ലാ പണികളും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിലത്തെ. അപ്പോൾ ഗൈസ് ഞാനവിടെ ഒക്കെ ആക്കി വെച്ചിട്ട് ഇനി കോട്ടേഴ്സ് പോവാട്ടോ. അവിടെ ഉണ്ട്, പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്നോട് കുറച്ച് കറി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് തുള്ളി കറി എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഓർക്ക് വേണ്ട അവിടെ. അതാ പിന്നെ ഞാൻ കുറേ എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പോയപ്പോൾ നടന്നു പോയി, തിരിച്ചു പോകുമ്പോൾ ഇക്കാൻ്റെ കൂടെ പോവാട്ടോ. ബൈക്കിൽ പോവാണ്, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചങ്ങനെ കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിലെത്തി. എത്ര ഒന്നത്തെ വീഡിയോ. ഞാൻ ഇവിടെ എനിക്ക് കുറച്ച് ചെറിയ പണികളുണ്ട്. ചെറിയ പണി വെച്ചാൽ കുളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഇപ്പോൾ ഒക്കെ പള്ളിക്ക് പോകും. അപ്പത്തിന് ഞാൻ മെയിൻ കുളിക്കട്ടെ ഒക്കെ പോകുമ്പോഴത്തേന്. ഓക്കെ, അപ്പോൾ ശരി കേട്ടോ, ബൈ.